നമസ്കാരം. എന്തുകൊണ്ട് റിട്ടയർമെന്റിന് മുന്നേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം? പല എംപ്ലോയീസും പല കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന പലരുടെയും സംശയമാണ് എന്തുകൊണ്ട് ഞാൻ റിട്ടയർമെന്റിന് മുന്നേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത്. കാരണം അവർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകും. അപ്പൊ പിന്നെ ഇനി എന്തിനാ ഞാൻ വേറെ എടുക്കണം, റിട്ടയർഡ് ആയിട്ട് നോക്കിയാൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് പല റീസൺ ഉണ്ട്. അതായത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഗ്രൂപ്പായിട്ടാണ് കമ്പനികളിൽ കിട്ടുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി കൊടുക്കുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അതിന് പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ സമ്മഷൻ അല്ലെങ്കിൽ കവറേജിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് വേറെ എടുക്കേണ്ടി വരും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഞാൻ മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ പറയും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ആക്ടിവേറ്റ് ആവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആദ്യത്തെ 2 വർഷം കിട്ടാത്ത എക്സ്ക്ലൂഷൻസ് ഉണ്ട്. പല ഹെൽത്ത് ഇഷ്യൂസിലും നമുക്ക് 2 വർഷത്തേക്ക് കിട്ടാത്ത കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ 2 years എക്സ്ക്ലൂഷൻസ് എന്ന് പറയും. അത് പല കമ്പനിയിലും പല രീതിയിലായിരിക്കും. ചിലത് 1 വർഷത്തേക്കായിരിക്കും എക്സ്ക്ലൂഷൻ കൊടുക്കും, ചിലത് 2 വർഷത്തേക്കായിരിക്കും. എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ ഒരു 2 years എക്സ്ക്ലൂഷൻസ് ആണ് വയ്ക്കുന്നത്. അതായത് നമുക്ക് മരുന്ന് കഴിച്ച് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന കേസുകളെല്ലാം തന്നെ ഒരു 2 year എക്സ്ക്ലൂഷൻസിൽ വരുന്നതായിരിക്കും. പിന്നെ ഉള്ള കാര്യം, നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പോളിസി എടുക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ BP ആയാലും ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഹാർട്ട് ഡിസീസ് ആയാലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എന്തെങ്കിലും ഓപ്പറേഷനോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് കവറേജ് കിട്ടണമെങ്കിൽ 4 വർഷം പുതുക്കിയതിന് ശേഷമാണ്. ഇപ്പൊ പല പുതിയ കമ്പനികളും എക്സ്ട്രാ പ്രീമിയം അടച്ചിട്ട് അത് 3 വർഷം കൊണ്ട് 3 വർഷം കഴിഞ്ഞാൽ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഈ പറഞ്ഞ 2 വർഷത്തെ എക്സ്ക്ലൂഷൻസും 4 വർഷത്തെ എക്സ്ക്ലൂഷൻസ് വെയിറ്റിംഗ് പീരീഡും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ റിട്ടയർഡ് ആവാൻ നോക്കി നിൽക്കാതെ നേരത്തെ എടുക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ വീണ്ടും ഈ ഒരു 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് നമുക്കുണ്ടാവും. 2 വർഷത്തെ എക്സ്ക്ലൂഷൻസ് നമുക്കുണ്ടാവും. പിന്നെ ഏത് കാരണവശാലും ഒരു റിട്ടയർമെന്റ് ആകുന്ന ഒരാൾക്ക് എങ്ങനെയായാലും ഒരു BP ഷുഗർ ഒക്കെ കാണും. അപ്പൊ അവര് വീണ്ടും 4 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മൾ കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നമുക്ക് ഉണ്ട് എന്നിരുന്നാലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്ലോട്ടർ എന്ന രീതിയിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നേരത്തെ തന്നെ എടുത്തു വെക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ റിട്ടയർഡ് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡും എക്സ്ക്ലൂഷൻസും എല്ലാം കഴിഞ്ഞിരിക്കും. നമുക്ക് Day 1 തുടങ്ങി തന്നെ നമുക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിറ്റേന്ന് തുടങ്ങി തന്നെ നമുക്ക് ഈ ഒരു പോളിസി ആക്ടിവേറ്റ് ആയിട്ട് എടുക്കാനും സാധിക്കും. അപ്പൊ ഈ കാരണങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു എംപ്ലോയറുടെ രീതിയിൽ നിന്നാണ് ആ ഒരു ഇൻഷുറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതിന്റെ ലിമിറ്റേഷൻസ് കൂട്ടാനൊന്നും സാധിക്കില്ല. അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന കവറേജിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് പിന്നീട് അത് എന്തെങ്കിലും പോർട്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഒരുപാട് എന്താ ലിമിറ്റേഷൻസ് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിൽ കാണും. നമുക്ക് കോൺസിക്വൻസസ് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻഷുറൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ നേരത്തെ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാകുന്നു. മാത്രമല്ല, നമ്മൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സേവിങ്സ് എല്ലാം നമ്മൾ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസിന് വേണ്ടി ചെലവാക്കേണ്ടിയും വരും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒരു ഇൻഷുറൻസ് നമ്മൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ട് കമ്പനിയുടേതല്ലാതെ പേഴ്സണലായിട്ട് തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. അതിൽ ഈ പറഞ്ഞ 30 days വെയിറ്റിംഗ് പീരീഡും 2 years എക്സ്ക്ലൂഷൻസും PED വെയിറ്റിംഗും ഒക്കെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് റിട്ടയർഡ് ആകുമ്പോഴേക്കും ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മറികടന്ന്
നമുക്ക് ഡേ 1 തുടങ്ങി നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന രീതിയിലേക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസിന് ആവശ്യമുണ്ട് എങ്കിൽ താഴെ ഹെൽപ്പ് എന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിൽ ടേക്ക് കെയർ.